ഹായ്, വെൽക്കം ടു റിച്ചൂസ് ഡൈൻ ആൻഡ് ഡിസൈൻസ്. ഇവിടെ നമുക്ക് ബ്രെഡ് മേടിച്ചാൽ അപ്പോൾ തന്നെ എൻ്റെ മോൻ ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത്. അധികം ചേരുവകളൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 6 ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സാക്കി എടുക്കണം. അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ടയാണ് വേണ്ടത്. 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയും മൈദയുടെ മിശ്രിതവും നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് വെച്ച് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു വശം ഇപ്പം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ടീ ടൈമിലൊക്കെ കഴിക്കാൻ നല്ല പലഹാരമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും. വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.